കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനമറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയുടെ 30ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ ജയോത്സകരമായി നടത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ അപ്പോസ്തല പ്രവൃത്തി 12ാം അധ്യായം നമ്മൾ ചുരുക്കമായി ശ്രദ്ധിക്കുകയുണ്ടായി. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാവും, അപ്പോസ്തല പ്രവൃത്തി 1ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തെ 4ആയി നമ്മൾ പഠന സൗകര്യത്തിനായി വിഭജിക്കുകയുണ്ടായി. അതിൽ 4ാമത്തെ വിഭജനമാകുന്ന 11ാം അധ്യായത്തിൻ്റെ 19ാം വാക്യം മുതൽ 28ൻ്റെ 31 വരെയുള്ള വേദഭാഗങ്ങളിലെ വിഭജനത്തിലാണ് നാം ഇപ്പോൾ ദൈവവചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. സഭ അന്നറിയപ്പെട്ട ലോകത്തിലേക്ക് എന്ന ആ വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 12ാമത്തെ അധ്യായം യെരുശലേം സഭയെക്കുറിച്ചാണ് പ്രധാനമായി നമ്മൾ ചിന്തിച്ചത്. എന്നാൽ 11ാം അധ്യായത്തിൻ്റെ 19 മുതൽ അന്ത്യോക്യയിൽ ദൈവസഭ സ്ഥാപിച്ചതിൻ്റെ ചരിത്രം നമ്മൾ ശ്രദ്ധിച്ചു. 13ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യയിലെ സഭയെക്കുറിച്ചും അവിടെ നിന്ന് മിഷണറി പ്രവർത്തനത്തിനായി പോകുന്ന മിഷണറിമാരെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. ഇവിടെ പ്രാരംഭത്തിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ശൗലിൻ്റെ മാനസാന്തരം നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ ശ്രദ്ധിക്കുകയുണ്ടായി. അതിനുശേഷം ശൗല് അറേബ്യയിലേക്ക് കടന്നുപോയി. അവിടെ 3 വർഷമുണ്ടായിരുന്നു. മടങ്ങിത്താൻ ദമസ്കോസിലെത്തി. പിന്നീട് യെരുശലേമിൽ ദൈവസഭയുടെ ഭാഗമായി തീർന്നു. അതിനുശേഷം താൻ തർസോസിലേക്ക് കടന്നു പോകുന്നു. 11ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശൗലിനെ ബർണബാസ് അന്ത്യോക്യയിൽ കൊണ്ടുവന്ന് അവിടെ 1 വർഷത്തോളം ബർണബാസിനോട് ചേർന്ന് അദ്ദേഹം ദൈവവചനം ആ സഭയെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. 13ാം അധ്യായം മുതൽ ഈ പുസ്തകത്തിൽ ശൗലാണ് സെൻറ്റർ സ്റ്റേജിലേക്ക് വരുന്നത്. പൊതുവെ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യത്തെ 12 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ടയാൾ അപ്പോസ്തലനായ പത്രോസാണ്. 9ാം അധ്യായത്തിൽ ശൗലിൻ്റെ മാനസാന്തരമുണ്ടെങ്കിലും 13ാം അധ്യായം മുതലാണ് അദ്ദേഹം പ്രധാന കഥാപാത്രമായി മാറുന്നത്. 13ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ അവിടെയുള്ള ചർച്ച് ലീഡർഷിപ്പിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ലൂക്കോസ് തുടങ്ങുന്നത്. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവിനോടുകൂടെ വളർന്ന മനയൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ആ ചർച്ചിലെ 5 പേരെ പേരെടുത്ത് പറഞ്ഞ ശേഷം പ്രവാചകന്മാരും ടീച്ചേഴ്സ് ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് ലൂക്കോസ് പറയുന്നു. യെരുശലേം സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെയും ചില ലീഡേഴ്സിനെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അപ്പോസ്തോലന്മാരവിടെ ഉണ്ടായിരുന്നു. 11ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമായി. കാരണം അഗബസ് ഒരു പ്രവാചകനായിരുന്നു. അതുപോലെ 6ാം അധ്യായത്തിൽ ഫിലിപ്പോസിനെ ഡീക്കന്മാരുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ 8ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അദ്ദേഹത്തെ ഒരു ഇവാഞ്ചലിസ്റ്റായി, സുവിശേഷകനായി നമ്മൾ പരിചയപ്പെടുന്നു. യെരുശലേം സഭയിൽ മൂപ്പന്മാരും ഉണ്ടായിരുന്നതായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെരുശലേം സഭയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, സുവിശേഷകന്മാരുണ്ടായിരുന്നു, അപ്പോസ്തോലന്മാരുണ്ടായിരുന്നു, മൂപ്പന്മാരുമുണ്ടായിരുന്നു. ഇവിടെ അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയുമാണ് ലൂക്കോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
അവിടെ നമ്മൾ വായിക്കുമ്പോൾ ആ പേരുകളിൽ ആദ്യത്തെ പേര് ബർന്നബാസിൻ്റേതായിട്ട് കാണുവാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ യെരുശലേമിൽ നിന്ന് അദ്ദേഹത്തെ അന്ത്യോക്യയിലേക്ക് പ്രത്യേക നിലയിൽ ഡെസിഗ്നേറ്റ് ചെയ്തതുകൊണ്ടാവാം തൻ്റെ പേര് അവിടെ ആദ്യമായിട്ട് കാണുന്നത്. ഈ ലീഡേഴ്സിലൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയായി ബർന്നബാസിനെ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. യെരുശലേം സഭയോടുള്ള ബന്ധത്തിലും ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി ഇതിനോടകം മനസ്സിലായത്, യെരുശലേം സഭ വളരെ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. ഇതുപോലെ തന്നെ അന്ത്യോക്യയിലെ സഭയും ഉപവസിക്കുകയും ആരാധിക്കുകയും മൂന്നാമത്തെ വാക്യം പരിശോധിച്ചാൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും ആരാധനയ്ക്കും അപ്പോസ്തോല പ്രവൃത്തികളിൽ വളരെ സ്ഥാനമുണ്ട്. ഈ സഭയുടെ നേതൃത്വത്തിന് അതിനുള്ള സമയം അവർ കണ്ടെത്തി ദൈവസന്നിധിയിൽ അവർ ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും നേതൃത്വത്തിലുള്ളവരും ശുശ്രൂഷയുള്ളവരുമൊക്കെ മറ്റ് പല കാര്യങ്ങളിൽ ബിസിയായിത്തീരുമ്പോൾ ഇവർ ദൈവിക കാര്യങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ബിസിയായിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് യേശുക്രിസ്തുവിൻ്റെ ഒരു മാതൃകയാണ്. സുവിശേഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവ് പകൽ സമയമൊക്കെ ശുശ്രൂഷിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവവചനം പ്രസംഗിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ താൻ പുറത്താക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ പ്രധാനമായി കർത്താവ് പിതാവാം ദൈവത്തോട് ഒരുമിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതേ പാറ്റേണാണ് യെരുശലേം സഭയും അന്ത്യോക്യ സഭയും ഫോളോ ചെയ്യുന്നതായിട്ട് നാം കാണുന്നത്. അപ്പം ലീഡേഴ്സും ദൈവസഭയും ഒരുമിച്ച് അവരിങ്ങനെ ആത്മീക ശുശ്രൂഷ കർത്താവിന് ചെയ്തു പോകുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, ആദ്യത്തെ വാക്യത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ എന്നൊരു പ്രയോഗമാണ്. എന്നിട്ടാണ് 5 കൂട്ടം ആളുകളുടെ പേര് പറയുന്നത്. അതിനുശേഷം രണ്ടാം വാക്യത്തിൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ആ അവർ എന്ന് അവിടെ എഴുതിയിരിക്കുന്ന ആ പ്രയോഗത്തിൽ നിന്ന് ഒരു പക്ഷെങ്കിൽ ലീഡേഴ്സ് മാത്രം എന്നൊരു ധ്വനി ചിലരുടെ ഹൃദയത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യമുള്ളത്, ലീഡർഷിപ്പും ചർച്ചും ഒരുമിച്ച് അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തു എന്ന് വേണം നമുക്ക് ഈ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ദൈവാത്മാവ് ഇടപെടുമ്പോൾ ശൗലിനെയും ബർന്നബാസിനെയും അവർ മിഷൻസ് വേലയ്ക്കായി വേർതിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു സംഭവം 6-ാം അധ്യായത്തിൽ ഡീക്കൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ സഭ മൊത്തമായി അവിടെ കടന്നു വന്നിരുന്നു. അതുപോലെ തന്നെ 13, 14 ഈ അധ്യായങ്ങളിൽ മിഷൻസ് പ്രവർത്തനങ്ങൾ, അതായത് ശൗലിൻ്റെ ആദ്യത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് ശൗലും ബർന്നബാസും കൂടെ മടങ്ങി അവരെ അയച്ച സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവർ സഭയെ മുഴുവനുമായി കൂട്ടി എന്ന് നമ്മൾക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ട് സഭ മുഴുവനും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. അവരുടെ ലീഡർഷിപ്പും ദൈവസഭയും ചേർന്ന് അവർ ഫാസ്റ്റിംഗ് എടുക്കുകയും അവർ ആരാധിക്കുകയും ചെയ്തു. ഫാസ്റ്റിംഗ് തന്നെ ഇവിടെ പ്രയോഗമില്ല. 2-ാമത്തെ വാക്യത്തിൽ ഫാസ്റ്റിങ്ങും വർഷിപ്പും, 3-ാമത്തെ വാക്യത്തിൽ ഫാസ്റ്റിങ്ങും പ്രയറും. അത് ശ്രദ്ധേയമായ വിഷയമാണ്. 2-ാമത്തെ വാക്യത്തിൽ
ഇങ്ങനെയാണ് കാണുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം ആവർത്തിക്കുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പറഞ്ഞത്? തീർച്ചയായും ഈ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിച്ചു. ഒരു പക്ഷെങ്കിൽ ആ പ്രവാചകന്മാരിലൂടെ ആയിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് എന്ന് വേണം നമുക്ക് ന്യായമായി മനസ്സിലാക്കുവാൻ. ഫാസ്റ്റ് ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പെസിഫിക്കായി ക്ലിയറായി ഇടപെടുകയാണ്. മാത്രമല്ല ദൈവാത്മാവിൻ്റെ ശബ്ദം വളരെ ക്ലിയറായി അവരും തിരിച്ചറിയുകയാണ്. ഫാസ്റ്റിങ്ങിലും ആരാധനയിലും പ്രയറിലുമൊക്കെ ദൈവസഭ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ഇടപെടുന്ന വളരെ ക്ലിയറായുള്ള ഇൻസ്ട്രക്ഷൻസുകൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അനേക ആളുകളുടെ ധാരണ ഉപവാസമൊന്നും ഇക്കാലഘട്ടത്തിൽ പ്രായോഗികമല്ലെന്നും അതിനൊക്കെ പുതിയ നിയമത്തിൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സ്ഥാനമുണ്ട്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ എത്രയോ ഭക്തന്മാർ ഉപവസിച്ചത് ദൈവമക്കൾക്കറിയാം. ഉപവസിക്കുന്ന മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ ജനത്തിനറിയാം. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന മോശ 40 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന ചരിത്രം നമുക്ക് തിരുവെഴുത്തിൽ നിന്നറിയാം. അതുപോലെ തന്നെ ഡാനിയൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. ദാവീദ് ഉപവസിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് യഹൂദ രാജാവാകുന്ന യഹോഷഫാത്ത് താൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തത് നിമിത്തം തനിക്ക് വിരോധമായി അണിനിരന്ന ശത്രുക്കളെ താൻ പരാജയപ്പെടുത്തിയ ചരിത്രം 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്തേർ രാജ്ഞി യഹൂദന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായി കഴിയും. ഇതുപോലെ തന്നെ നെഹമ്യാവ് ഉപവസിക്കുന്ന മനുഷ്യനായിരുന്നു. എത്ര ദിവസമെന്ന് കൃത്യമായി പറയുവാൻ കഴിയത്തില്ലെങ്കിലും ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായി വേദപുസ്തകം അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ നിയമത്തിലും ധാരാളം ഉപവസിക്കുന്ന ആളുകളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ 40 ദിവസം ഉപവസിച്ചതായി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസ് 4-ലും രേഖപ്പെടുത്തിയത് നമുക്കെല്ലാം അറിയാം. യേശു കർത്താവ് ഉപവാസത്തെക്കുറിച്ച് ശക്തമായി പഠിപ്പിച്ചിരുന്നു. തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും പുതിയ നിയമസഭയിൽ ഉപവാസം ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. മാത്രമല്ല എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്, ഇതൊക്കെ കർത്താവിൻ്റെ ടീച്ചിങ്സിൽ ഉള്ളതാണ്. ആകയാൽ ശിഷ്യനാകുവാൻ താല്പര്യമുള്ള എല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം എന്ന് ഞാൻ ഈ വചനത്താൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അന്ത്യോക്യയിലെ സഭ ഉപവസിക്കുന്ന സഭയായിരുന്നു. അവർ ദൈവത്തെ ആരാധിക്കുന്ന സഭയായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. കർത്താവിൻ്റെ മിനിസ്ട്രി ശ്രദ്ധിച്ചാൽ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നു കഴിഞ്ഞ് പ്രാർത്ഥന നിർത്തിയില്ല. അതിനുശേഷവും ശുശ്രൂഷയിൽ ഉടനീള കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ സഭ
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. അത് പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ്. പക്ഷേ അതിനുശേഷവും അവർ പ്രാർത്ഥന കുറച്ചില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും നിലനിൽക്കണമെങ്കിൽ, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണമെങ്കിൽ, ഇഫക്റ്റീവ് ആകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. ഉപവസിക്കാത്ത, പ്രാർത്ഥിക്കാത്ത, ആരാധിക്കാത്ത ഒരാൾക്ക് ശുശ്രൂഷയിൽ ഒരിക്കലും ഇഫക്റ്റീവ് ആകുവാൻ കഴിയുകയില്ല. ഉപവാസം എന്നുള്ളതിൻ്റെ ലളിതാർത്ഥം ഭക്ഷണം വെടിഞ്ഞ് കർത്താവിൻ്റെ കൂടെ വസിക്കുക, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക, ആരാധനയിൽ സമയം ചെലവഴിക്കുക. ചിലർ ഭക്ഷണം വെടിഞ്ഞ് മറ്റ് ലോകകാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളുണ്ട്. അതല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഭക്ഷണം വെടിഞ്ഞ് ചില ദിവസങ്ങളോ ചില മണിക്കൂറുകളോ ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് ഏകാഗ്രതയോടെ അവരവരെ തന്നെ താഴ്ത്തിയിരിക്കുന്ന അനുഭവമാണ് ഉപവാസത്തിൽ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ ഏകാഗ്രതയിലിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം വളരെ ക്ലിയറായി പ്രാർത്ഥനയിലിരിക്കുന്ന, ഉപവാസത്തിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് ഇടപെടുന്ന വ്യത്യസ്ത മീഡിയംസ് ഉണ്ട് എന്ന് ഒരു എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്നുകിൽ ദൈവവചനത്തിലൂടെ, അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, അങ്ങനെ വിവിധ മീഡിയംസിലൂടെ കർത്താവിന് ഇടപെടുവാൻ കഴിയും. ലോകത്തിൻ്റെ തിരക്കിൽ നിന്ന് വേറിട്ട് മാറി ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതൽ തീർച്ചയായും ദൈവശബ്ദം കേൾക്കും. അങ്ങനെ കോർപ്പറേറ്റായി ദൈവസഭയായി ഉപവസിക്കുന്നത് ആവശ്യമാണ്. അതിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് അങ്ങനെ ഒരു പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെങ്കിൽ പ്രവാചകനിലൂടെ ആയിരിക്കാം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടുവാൻ താല്പര്യമുണ്ട്. ബർന്നബാസിനോടും ശൗലിനോടും നേരത്തെ ദൈവാത്മാവ് പറഞ്ഞിരുന്നു. അവർക്ക് അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് അവർക്കൊരറിവുണ്ടായിരുന്നു. അതാണ് ആ പ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി. അവരെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. ആ വിളിയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ അന്ത്യോക്യ സഭയിലുള്ള പ്രവാചകന്മാർ അവരോട് പ്രവചിക്കുന്ന സമയത്ത് ആ പ്രവചനം അവർക്കൊരു കൺഫർമേഷനായി മാറുകയാണ്. വ്യക്തിപരമായുള്ള പ്രവചനങ്ങൾ കൺഫർമേഷൻസായി മാറുന്നത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിലെ ഒരു ഉദാഹരണമാണിത്. കർത്താവ് നേരിട്ട് നമ്മോട് ഇടപെട്ട കാര്യം തന്നെ പ്രവാചകനിലൂടെ ഉറപ്പിക്കുന്നത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ സഭയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ സഭ കോർപ്പറേറ്റായിട്ട് വന്നിരിക്കുമ്പോൾ സഭയ്ക്ക് ബോധ്യമാകുന്ന നിലയിൽ ബർന്നബാസിനെയും ശൗലിനെയും ദൈവാത്മാവ് പരസ്യപ്പെടുത്തുകയാണ്, രംഗത്ത് കൊണ്ടുവരികയാണ്. ഈ കാലഘട്ടത്തിൽ വളരെ അറിഞ്ഞിരിക്കേണ്ട ധാരാളം ദൂതുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നത്? ചിലപ്പോൾ കർത്താവ് നേരിട്ട് തങ്ങളെ വിളിച്ചു കാണും. ഉടനെ നമ്മൾ ഇറങ്ങുകയല്ല. ഒരു സഭയുടെ പശ്ചാത്തലത്തിലാണ് മൂപ്പന്മാരായുള്ളവർ, സഭാ ലീഡർഷിപ്പിലുള്ളവർ നിങ്ങളുടെ മേലുള്ള വിളി സ്ഥിരീകരിച്ച് അവരുടെ കൈവെപ്പിനാലാണ് പൊതു ശുശ്രൂഷയിലേക്ക് ഇറങ്ങേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വളരെ ചുരുക്കമായിരിക്കുന്ന കാലഘട്ടമാണ്. ബൈബിളുമായിട്ട് ധാരാളം ആളുകൾ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങുന്നത്
നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ തിരുവെഴുത്തുകളെ നാം പരിശോധിക്കുമ്പോൾ അവരുടെ മേലുള്ള വിളിയെ നേതൃത്വത്തിനും ദൈവസഭയ്ക്കും ബോധ്യമാക്കി കർത്താവ് സഭയിലൂടെ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി റിലീസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ പാറ്റേൺ വളരെ നല്ല പാറ്റേണാണ്. അതാണ് നമുക്ക് കോപ്പി ചെയ്യുവാനുള്ള പാറ്റേൺ. സഭയോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം. സഭ എന്ന് പറയുന്നത് ഞാൻ ആവർത്തിച്ച് പല എപ്പിസോഡുകളിൽ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മീക ശരീരമാണ്. കർത്താവ് ഇന്ന് പ്രവർത്തിക്കുന്നത് അവിടുത്തെ ആത്മീക ശരീരത്തിലൂടെയാണ്, ദൈവസഭയിലൂടെയാണ്. ദൈവസഭ നമ്മുടെ മേലുള്ള വിളിയെക്കുറിച്ച് അറിയുന്നിടം വരെ പ്രാർത്ഥനാപൂർവം ആക്കിയിരിക്കുന്ന ഇടത്ത് വിശ്വസ്തയോടെ നിന്ന് എന്തെങ്കിലും പ്രവൃത്തികൾ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ആ ചെറിയ പ്രവർത്തനങ്ങളിൽ നാം വിശ്വസ്തരായിരുന്നാൽ പിന്നത്തേതിൽ കർത്താവ് നമ്മളെ അടുത്ത പടിയിലേക്ക് ദൈവസഭയിലൂടെ ദൈവത്തിന് അയക്കുവാൻ കഴിയും. അതാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന മാതൃക. ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 പേരെ നിയമിച്ചു. കർത്താവ് എന്തിനാണ് 12 പേരെ തിരഞ്ഞെടുത്തത്? ഒന്നാമതവിടെ കാണുന്നത് 14-ാം വാക്യത്തിൽ അവൻ തന്നോട് കൂടെ ഇരിക്കുവാനും. ഇവിടെ അന്ത്യോക്യ സഭ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൂടെ ഉപവാസത്തിലും ആരാധനയിലും ഇരിക്കുകയാണ്. ആ ഒരനുഭവത്തിൽ ഇരിക്കുന്നവരെയാണ് പ്രസംഗിക്കേണ്ടതിന് അയക്കുന്നത്. അന്ത്യോക്യയിലെ സഭയിലെ ദൈവമക്കൾ നേതൃത്വം ആ നിലയിൽ ദൈവസന്നിധിയിൽ അവർ പറ്റിയിരിക്കുന്ന സമയത്ത് ദൈവശബ്ദമുണ്ടാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം അവരുടെ മേൽ വരുന്നു. ബർന്നബാസിനെയും ശൗലിനെയും അയക്കുക. മൂന്നാമതവിടെ കാണുന്നത് ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 പേരെ നിയമിച്ചു. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവരെ കർത്താവ് അയക്കുന്നു. അങ്ങനെ കർത്താവിനാൽ അയക്കപ്പെടുന്നവരിലാണ് അധികാരത്തിൻ്റെ ശുശ്രൂഷ വെളിപ്പെടുന്നത്. സ്വന്തമായി ഏതെങ്കിലും ഒരു ദൗത്യം ഏറ്റെടുത്തിറങ്ങുകയല്ല. കഴിവോ മിടുക്കോ നിമിത്തം ഏതെങ്കിലും ഓർഗനൈസേഷൻ നമ്മളെ ആക്കുകയല്ല. ശമ്പളത്തിനായി പോകുകയല്ല. ഇങ്ങനെയുള്ള ഒരു കാര്യവുമല്ല നമ്മളിവിടെ കാണുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവസഭയെ ഇവരുടെ മേലുള്ള വിളിയെക്കുറിച്ച് അവരെ അറിയിക്കുകയാണ്. സഭയിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവാണ് നമ്മളെ അയക്കേണ്ടത്. അല്ലാതെ ഒരു ശുശ്രൂഷയും ആരും സ്വന്തമേ കണ്ടുപിടിച്ച് ഇറങ്ങുന്നതല്ല. അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും വളരെ പരാജയമുണ്ടാകും. അങ്ങനെയാണ് ധാരാളം ആളുകൾ പരാജയപ്പെടുന്നത്. ഏൽപ്പിക്കാത്ത കാര്യങ്ങൾ കയറി ചെയ്യും. എന്നാൽ ഈ പാറ്റേണാണ് ഈ കാലഘട്ടത്തിലെ സഭയും ഫോളോ ചെയ്യേണ്ടത്. ക്ലിയറായിട്ടുള്ള ദൈവശബ്ദം അവർക്കുണ്ടാകുന്നു. 3-ാം വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു, അഥവാ അവരെ റിലീസ് ചെയ്തു. അവർ 2 പേരും അന്ത്യോക്യ സഭയിൽ ദൈവവചനം പഠിപ്പിച്ചവരാണ്. അടുത്ത ശുശ്രൂഷയിലേക്ക് അവർ നീങ്ങേണ്ടതിന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ആ സമയം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ് അതൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കൈവെപ്പ് ശുശ്രൂഷ അടിസ്ഥാന ഉപദേശങ്ങളിലൊന്നാണ്.
അധികാരത്തിലിരിക്കുന്നവർ ആത്മനിയോഗത്താൽ കൈവച്ച് കർത്താവ് അവരെ ഏൽപ്പിച്ച ആ ദൗത്യം നിർവഹിക്കുവാനായി അവരെ റിലീസ് ചെയ്യും. അതാണ് ബൈബിൾ പാറ്റേൺ. എന്നാൽ അപ്പോൾ തന്നെ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വാണിംഗ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. വേഗത്തിൽ ആളുകളുടെ മേൽ കൈവയ്ക്കരുത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പാപത്തിൽ ഈ കൈവെക്കുന്ന ആളുടെ ചേരുവാൻ സാധ്യതയുണ്ട്. നിയോഗമില്ലാത്ത ആളുകളുടെ മേൽ കരം വെച്ച് പ്രത്യേക ശുശ്രൂഷകൾക്ക് അവരെ വേർതിരിക്കുമ്പോൾ അവർ ചെന്ന് ദൈവഹിതപ്രകാരമല്ലാതെ ഇടപെടുന്ന മേഖലകളിൽ ഉണ്ടാകുന്ന പരാജയങ്ങളിലൊക്കെ കൈവച്ച് വേർതിരിച്ച ആളിനും പങ്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആകയാൽ ദൈവത്തിൻ്റെ വചനം വളരെ ക്ലിയറായും സ്പഷ്ടമായും പറയുന്നത് വളരെ സൂക്ഷിച്ചാണ് കൈവെക്കേണ്ടത്. അധികാരത്തിൽ നിന്നുകൊണ്ട് അവരുടെ മേലുള്ള വിളിയെ പരസ്യമായി അംഗീകരിച്ച് ആ വിളിക്ക് അവരിറങ്ങുവാനായി അവരെ റിലീസ് ചെയ്യുന്നതാണ് കരം വെച്ച് അവരെ വിടുന്നത്, ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്. അങ്ങനെയാണ് നമ്മൾ അന്ത്യോക്യ സഭയിൽ കാണുന്നത്. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ദൈവസഭകൾ ഉപവസിക്കുമ്പോൾ ഇങ്ങനെയുള്ള ശ്രേഷ്ഠമേറിയ കാര്യങ്ങൾ നമ്മുടെ പ്രാദേശിക സഭകളിലൊക്കെ ഉണ്ടാകട്ടെ. ഉപവാസം ചടങ്ങല്ല. 21-40 ദിവസമോ നമ്മൾ ക്രമീകരിച്ചിട്ട് കുറേ ആളുകളെ വിളിച്ച് അവരുടെ ശുശ്രൂഷകൾ അനുഭവിക്കുക എന്നത് മാത്രമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ ദൈവസഭ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ഉപവസിച്ച് കർത്താവിനോട് പറ്റിയിരുന്നാൽ അവിടെ ദൈവത്തിന് ആ സഭയോട് ഇടപെടുവാനുണ്ട്. അങ്ങനെ ദൈവശബ്ദത്തിനായി കൊതിക്കുന്ന ദൈവസഭകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. അതിനകത്ത് നിന്ന് ചില മിഷണറിമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. നോക്കാം, ഒരു കാലഘട്ടം വരെ ബർന്നബാസും ശൗലും അവിടെ ടീച്ചേഴ്സായി ഇരിക്കുകയാണ്. മറ്റ് ലീഡേഴ്സുണ്ട്. അവരുമായി ചേർന്ന് അവിടെ പ്രവർത്തിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് അവരുടെ മേൽ വരുന്നത്. തന്നെ നേരത്തെ തന്നെ ശൗലിനെ കർത്താവ് ശ്രേഷ്ഠമേറിയ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചതാണെങ്കിലും കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുന്നതായി നാം കാണുന്നത്. ഒരു ദിവസം കൊണ്ടല്ല ആരും അപ്പോസ്തലനാകുന്നത്. അതിനൊരു ടൈമുണ്ട്. ഈ 13-14 ഈ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ശൗലിനെ കർത്താവ് വേർതിരിച്ച് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. തന്നെയും കർത്താവിന് ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുവാനുണ്ട്. പലയിടത്ത് താൻ മിനിസ്റ്റർ ചെയ്തു. ഒരു പക്ഷെങ്കിൽ തർസോസിൽ മിനിസ്റ്റർ ചെയ്ത് കാണും. ഒരു പക്ഷെങ്കിൽ അറേബ്യയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന ആ സമയങ്ങളിൽ ചിലരോട് സുവിശേഷം പറഞ്ഞു കാണും. യെരുശലേമിൽ താൻ പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. അന്ത്യോക്യയിൽ ഒരു ടീച്ചറായിട്ട് വന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ മിഷൻസ് പ്രവർത്തനത്തിനായി തന്നെ നിയോഗിച്ചയക്കുകയാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് കർത്താവിൻ്റെ വേലയിൽ വളരുന്നത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. 4-ാമത്തെ വാക്യം ശ്രദ്ധേയമാണ്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് ആരാ പറഞ്ഞയച്ചതായി 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്? ലീഡർഷിപ്പ് അവരുടെ മേൽ കരം വെച്ച് അവരെ റിലീസ് ചെയ്യുക. പക്ഷേ അടുത്ത വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. പരിശുദ്ധാത്മാവും ദൈവസഭയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ മുഴുവനും നമുക്ക് കാണുവാനുള്ളത്
ഈ ഒരു വിഷയമാണ്. ഇവാഞ്ചലിസത്തിൽ, മിഷൻ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ പങ്ക് അപ്പോസ്തല പ്രവൃത്തികൾക്ക് തരാനുള്ള ഒരു ദൂതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവും ആത്മാവിൻ്റെ നടത്തിപ്പും നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് മാറ്റിയാൽ പിന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ ബുക്ക് ലൈവ് ആകത്തില്ല. ഹോളി സ്പിരിറ്റാണ് മഹാനിയോഗം നിവർത്തിക്കുവാനായി ദൈവസഭയെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തീകരിക്കുകയും അതാത് സമയങ്ങളിൽ ആവശ്യമാകുന്ന നിർദ്ദേശവും കൊടുക്കുന്നതായി നമ്മൾ കാണുന്നത്. ഇവിടെ ആത്മാവ് സഭയോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവ് സഭയിലൂടെ ബർണ്ണബാസിനെയും പൗലോസിനെയും അഥവാ ശൗലിനെയും അയക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇന്നത്തെ സഭ വന്നാൽ വളരെ ശക്തമായി ആ പ്രാദേശിക സഭ ഉപയോഗിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന പാറ്റേൺ യേശുക്രിസ്തുവിൻ്റെ മോഡലാണ്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ എങ്ങനെ ഉപയോഗിച്ചോ അതുപോലെ തന്നെയാണ് ഇന്നത്തെ ആത്മീക ശരീരമാകുന്ന കർത്താവിൻ്റെ സഭയെ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കുവാൻ ആഗ്രഹം. 5-ാം വാക്യം, സലാമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. 5-ാമത്തെ വാക്യം ശ്രദ്ധേയമാണ്. സലാമീസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്ന് അവർ സിനഗോഗിലാണ് അവരാദ്യം പ്രവേശിക്കുന്നത്. അതിനാണ് യഹൂദന്മാരുടെ പള്ളി എന്നവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ദൈവവചനം അറിയിച്ചു. വേറെ ഒരു ടെക്നിക്കും മിഷൻ യാത്രകളിലില്ല. മിഷൻസിന് കടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പകർന്നിരിക്കുന്ന നിത്യസത്യങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തെയാണ് അവരാളുകളുമായി പങ്കുവച്ചത്. തീർച്ചയായും ദൈവവചനത്തെ ഉറപ്പിക്കുന്ന ആത്മീക ക്രിയകൾ അവരുടെ ഇടയിൽ നടന്നു. അത് പല വേദഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവവചനത്തിൻ്റെ ഇമ്പാർട്ടേഷൻ അവരൊരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. വചനമാണ് ആളുകളെ വിടുവിക്കുന്നത്. ശൗലും ബർണ്ണബാസും ധാരാളം സഭകളൊക്കെ സ്ഥാപിക്കുവാൻ കാരണം വചനമാണ് അവർ പ്രഘോഷിച്ചത്. വചനത്തോട് ചേർന്ന് കർത്താവ് പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിലുള്ള ദൈവദാസന്മാർ ഈ വിഷയം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പോകുന്ന ഇടത്ത് മിഷൻ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ വചനമാണ് ആയുധം. വചനമില്ലാതെ ശുശ്രൂഷയില്ല. വചനം കേൾക്കുമ്പോഴാണ് ഉള്ളിൽ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം ജനിക്കുന്നത്. വിശ്വസിക്കാതെ ആളുകൾ എങ്ങനെ രക്ഷപ്പെടും? ഇതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് വചനമാണ്. ഈ വചനം പ്രഘോഷിക്കുവാൻ മിഷണറിമാരെ ആവശ്യമാണ്. ആ മിഷണറിമാരാണ് ബർണ്ണബാസും ശൗലും. പരിശുദ്ധാത്മാവ് നിയോഗിച്ച് അന്ത്യോക്യ സഭയിൽ നിന്ന് ദൈവസഭ അവരെ അയക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സഭ, ഉപവസിക്കുന്ന സഭ മാത്രമല്ല, 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിച്ചപ്പോൾ യെരുശലേമിൽ ഉണ്ടാകാൻ പോകുന്ന ആ ക്ഷാമം പ്രവാചകന്മാർ ദൂത് പറഞ്ഞവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ ഒരു മടിയും കൂടാതെ പണം യെരുശലേമിലുള്ള വിശുദ്ധന്മാർക്ക് കൊടുക്കുവാനായി തയ്യാറെടുത്ത സഭയാണ് അന്ത്യോക്യ സഭ. അവർ സാമ്പത്തികമായി സഹായിക്കുന്ന സഭയാണ്. അങ്ങനെ ഒരു സഭയാണ് ആത്മാവിനെ അനുസരിച്ച് ബർണ്ണബാസിനെയും ശൗലിനെയും മിഷൻ പ്രവർത്തനത്തിനായി അയച്ചത്. വളരെ ദുഃഖകരമായ ധാരാളം ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എത്രയോ നമ്മുടെ മിഷണറിമാർ ഭാരതത്തിൽ വിവിധയിടങ്ങളിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അവരുടെ കേരളത്തിലുള്ള മാതൃസഭയ്ക്ക് അവരുടെ ശുശ്രൂഷയുമായി യാതൊരു പങ്കുമില്ലാത്ത അനുഭവങ്ങൾ ധാരാളമുണ്ട്. പ്രാർത്ഥിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ അവർ വന്നാൽ അവരുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ
ചെയ്യുന്ന അധികം സഭകളില്ല. ഈ അന്ത്യോക്യയിലെ സഭ നമുക്കൊരു മോഡലാണ്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അവരോട് ഇടപെട്ടു. അവരതിനെ അനുസരിച്ച് അവർ രണ്ട് പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ സുവിശേഷ പ്രചരണത്തിനായി അവരയക്കുകയാണ്. ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവസഭയിലുള്ള ആ സ്ഥാനം, ഉപവാസ പ്രാർത്ഥനയിൽ എന്താണ് നാം പ്രതീക്ഷിക്കേണ്ടത്? ആത്മാവ് ഇടപെടുന്നത് എത്രയോ ക്ലിയറാണ്. ആത്മാവിൻ്റെ ശബ്ദത്തിന് ഇമ്മീഡിയറ്റായിട്ട് അവർ വിധേയപ്പെടുകയാണ്. അവർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഈ ശ്രേഷ്ഠരായ ദൈവദാസന്മാരെ ആ സമയത്ത് റിലീസ് ചെയ്തതുകൊണ്ടാണ് അവർ ചെന്ന ഇടങ്ങളിലെല്ലാം ദൈവപ്രവൃത്തി ഉണ്ടാകുവാനിടയായി തീർന്നു. പ്രാദേശിക സഭകളിൽ നിന്ന് ഇതുപോലെ ദൈവദാസന്മാർ കേരളത്തിൽ എഴുന്നേൽക്കട്ടെ. അതിനെ ബാക്ക് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, ആത്മാവിനെ അനുസരിക്കുന്ന, സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്ന പ്രാദേശിക സഭകളും കേരളത്തിലുണ്ടാകട്ടെ. ദർശനമുള്ള സഭകൾ കേരളത്തിലുണ്ടാകട്ടെ. നമുക്കുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് പ്രാപ്തരായ ആളുകളെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പറയുമ്പോൾ അവരെ റിലീസ് ചെയ്യാൻ തയ്യാറാകുന്ന ലീഡേഴ്സും സഭകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സഭയിൽ ദൈവശബ്ദമുണ്ടായി മിഷൻസ് പ്രവർത്തനങ്ങൾക്കായി പരിശുദ്ധാത്മാവ് ദൈവസഭയിലൂടെ 2 പേരെ അയക്കുന്നു. അവർ ചെന്ന ഒരിടത്ത് അവർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ ഒരു മിഷണറിയാകുവാൻ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ലോക്കൽ ചർച്ചിനോട് ചേർന്ന് നിൽക്കുക. ആ സഭയിൽ ദൈവം ഇടപെടും. സഭാ നേതൃത്വത്തിന് നിങ്ങളുടെ മേലുള്ള വിളി ബോധ്യമാകും. സഭ നിങ്ങളെ റിലീസ് ചെയ്യട്ടെ. അതാണ് കർത്താവ് വച്ചിരിക്കുന്ന പാറ്റേൺ. പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രനായ യേശു ഈരണ്ടായി തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. അന്ത്യോക്യയിലെ സഭ 2 പേരെ ആത്മനിയോഗത്താൽ അയക്കുന്നു. ഇതൂതേറ്റെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ദൂത് കേട്ട എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരം വയ്ക്കണമേ. അവരുടെ ഹൃദയത്തെ മടുപ്പിക്കുന്ന എല്ലാ വിചാരങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ച് ലോക്കൽ ചർച്ചുകളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.